ഇന്ന് നമ്മുടെ നാട്ടിൽ ഫോട്ടോഗ്രാഫി പഠിക്കുന്ന ഏതൊരാളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മലയാളത്തിൽ നല്ലൊരു ഫോട്ടോഗ്രാഫി പുസ്തകം ഇല്ല എന്നുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എങ്ങനെ നല്ല ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ ആകാം എന്ന പുസ്തകം നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ ഈ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എടുത്ത് നോക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ക്യാമറ എങ്ങനെ തിരഞ്ഞെടുക്കാം, ക്യാമറ എങ്ങനെ ഉപയോഗിക്കണം, നല്ല ചിത്രങ്ങൾ കിട്ടാൻ എന്തൊക്കെ ക്യാമറ സെറ്റിംഗ്സ് ആണ് വേണ്ടത്, ക്യാമറയുടെ സാങ്കേതിക വശങ്ങൾ എന്തെല്ലാം, എഡിറ്റിംഗിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, മൊബൈൽ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. നല്ല ഫോട്ടോഗ്രാഫുകൾ വാക്കുകളെ വാചാലമാണ്. ഒരു നല്ല സ്നാപ്പിനായി ദിവസങ്ങൾ തപസിരിക്കുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ മുതൽ മൊബൈലിൽ ദിനംപ്രതി 100 കണക്കിന് സ്നാപ്പുകൾ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന വാട്സപ്പ് ഫോട്ടോഗ്രാഫർ വരെ ഉൾക്കൊള്ളുന്നതാണ് ഇന്ന് ഫോട്ടോഗ്രാഫിയുടെ ലോകം. ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയുടെ വിശാല ലോകത്തേക്കുള്ള വാതായനമാണ് ഈ പുസ്തകം. ഏതൊരു കലാസൃഷ്ടിയും പോലെ ഫോട്ടോഗ്രാഫിയിലും ക്രാഫ്റ്റ് ആൻഡ് ആർട്ട് വളരെ പ്രധാനപ്പെട്ട വസ്തുതകളാണ്. ഇത് മനസ്സിലാക്കാതെ ചിത്രങ്ങൾ എടുക്കുമ്പോഴാണ് മോശം ചിത്രങ്ങൾ ഉണ്ടാവുക. നല്ല ഫോട്ടോഗ്രാഫർ ആകാൻ അതിന്റെ ക്രാഫ്റ്റും ആർട്ടും നന്നായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ പുസ്തകം ഫോട്ടോഗ്രാഫിയുടെ ക്രാഫ്റ്റിനെ കുറിച്ചാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. നല്ല ക്യാമറ എങ്ങനെ തിരഞ്ഞെടുക്കാം, ക്യാമറ എങ്ങനെ ഉപയോഗിക്കണം, നല്ല ചിത്രങ്ങൾ കിട്ടാൻ എന്തൊക്കെ ക്യാമറ സെറ്റിംഗ്സുകളാണ് ചെയ്യേണ്ടത്, ക്യാമറയുടെ സാങ്കേതിക വശങ്ങൾ എന്തൊക്കെയാണ്, എഡിറ്റിംഗിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, മൊബൈൽ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിവയാണ് അജിത് അരവിന്ദ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഫോട്ടോഗ്രാഫി പഠിക്കുന്ന ഏതൊരാളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മലയാളത്തിൽ നല്ലൊരു ഫോട്ടോഗ്രാഫി പുസ്തകം ഇല്ല എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ ഒരുപാട് നല്ല പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ അവ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അവയുടെ ഉയർന്ന വില, ഇംഗ്ലീഷ് സ്ഥിരമായി കൈകാര്യം ചെയ്യാത്ത ഒരു വ്യക്തിക്ക് അത് വായിച്ചു മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ എന്നിവയാണ് ഈ പുസ്തകത്തിന്റെ പിന്നിലെ യുക്തി. മുകളിൽ പറഞ്ഞ ന്യൂനതകൾ പരിഹരിക്കാൻ ഈ പുസ്തകത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ വായിക്കുക, കൂടുതൽ ചിത്രങ്ങൾ എടുക്കുക, പ്രശസ്തരായ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ചിത്രങ്ങൾ കാണുകയും അവ പഠിക്കുകയും ചെയ്യുക, മറ്റുള്ള കലാരൂപങ്ങൾ കാണുകയും പഠിക്കുകയും ചെയ്യുക എന്നിവയാണ് ഒരു നല്ല ഫോട്ടോഗ്രാഫറായി വളരാൻ നമ്മളെ സഹായിക്കുന്നത്. ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് അജിത് അരവിന്ദ്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാതൃഭൂമി ബുക്സ് ആണ്. എല്ലാ പുസ്തകക്കടകളിലും നിങ്ങൾക്കിത് കിട്ടും. അന്വേഷിച്ച് നോക്കുക, വാങ്ങുക. നമ്മുടെ ഡ്രീം ഏഷ്യ ഓൺലൈൻ ബുക്ക് സ്റ്റോറിലും ഇതിന്റെ സ്റ്റോക്ക് ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഈ നമ്പറിലേക്ക് നിങ്ങളൊരു വാട്സപ്പ് ചെയ്താലും നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഈ പുസ്തകം അയച്ചു തരാം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഗുണം ചെയ്യുമെന്ന് തോന്നിയാൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.